എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് അവതരിപ്പിക്കുന്ന ചെറുകഥ അതേ സുഗന്ധം. അവതരണം ഷാജിമോൻ ഉളച്ച. ഉറക്കത്തിൽ അനുഭവപ്പെട്ട ഗന്ധം മൂക്കിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുമ്പോഴും അനുഭവിച്ചറിഞ്ഞ പരിചിതമായ സുഗന്ധമായി സാവിത്രിക്ക് തോന്നി. പാതിര കഴിഞ്ഞ് എപ്പോഴോ തലയ്ക്ക് മീതെ വിതറുന്ന പരിമളഗന്ധത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്നു തന്നെ സാവിത്രി കിടന്നു. ഇരുട്ടിൽ യാതൊന്നും കണ്ടിരുന്നില്ല. മനസ്സിൽ സുഗന്ധം ഉണർത്തിയ പിൻകാല വെളിച്ചത്തിലൂടെ എന്തെല്ലാമോ കണ്ടുകൊണ്ട് നിശബ്ദയായി കിടക്കുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. മുറിയാകെ പരന്നൊഴുകുന്ന സുഗന്ധത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നതായി അവളുടെ നാസിക അറിയിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഉള്ളിൽ കടന്നുകയറിയ സുഗന്ധം മനസ്സിൽ ഉറങ്ങിക്കിടന്ന മറക്കാൻ കഴിയാത്ത ഓർമ്മകളെ തട്ടി ഉണർത്തി. അതേ മണം, തനിക്കിഷ്ടമേറിയ അതേ സുഗന്ധം. അവൾ കിടന്ന കിടപ്പിൽ തന്നെ മൊബൈൽ പരതി. കട്ടിലിൽ തന്നെ കിടന്ന ഫോൺ കയ്യിലെടുത്തു. ആദ്യം സമയത്തിൻ്റെ വ്യക്തത വരുത്തി. 12:42. ഫോൺ വെളിച്ചത്തിൽ എഴുന്നേറ്റ് ലൈറ്റിൻ്റെ സ്വിച്ചിൽ അവളുടെ വിരലുകൾ അമർന്നു. പ്രകാശം പരന്ന മുറിയിൽ അപ്പോഴും സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. സാവിത്രി ലൈറ്റുകൾ ഒന്നൊന്നായി പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രകാശം നന്നായി പരക്കുമ്പോൾ സാവിത്രിയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ നിഴലുകൾ പടർന്നു. കതക് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴും അവളുടെ തലയ്ക്ക് മീതെ സുഗന്ധം വട്ടമിട്ട് പരക്കുന്നതായി തോന്നി. ഒരു പ്രകാശവലയമായി കറങ്ങിക്കൊണ്ട് സുഗന്ധം സാവിത്രിയെ വലയം വയ്ക്കുന്നതായും അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഹൃദയത്തിനുള്ളിൽ നിന്ന് അവളെ അറിയിച്ചുകൊണ്ടിരുന്നു, അതേ സുഗന്ധം, അതെ, ഇത് ആ സുഗന്ധം തന്നെ. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8-9 വർഷങ്ങൾ മാത്രമായിട്ടുണ്ടാവും, മുംബൈയിൽ നഴ്സിംഗ് പഠനത്തിനിടയിൽ കണ്ടുമുട്ടിയ സുന്ദരനായ മറാഠി പണക്കാരൻ. നിത്യവും കണ്ടുമുട്ടിയ നാളുകളിലൂടെ മുളച്ചു പൊങ്ങിയ പ്രണയത്തിൽ പഠിക്കാനയച്ച വീട്ടുകാരെ പാടെ മറന്ന് അവനൊപ്പം എത്രയെത്ര മുന്തിയ ഹോട്ടലുകളിൽ അന്തി ഉറങ്ങുമ്പോഴും പ്രായത്തിളപ്പിൽ അതായിരുന്നു യഥാർത്ഥ പാത എന്ന് അവൾ കരുതി. വിവാഹമെന്ന സുരക്ഷയിൽ കഴുത്തിൽ ചാർത്തിയ മിന്ന് ഇന്നും പവിത്രമായി സൂക്ഷിക്കുമ്പോഴും സാവിത്രി അനുഭവിച്ചു തീർത്ത നൊമ്പരങ്ങൾ രൂപേഷ് എന്ന മറാഠിയോട് വെറുപ്പായി മാറുന്നു. സാവിത്രിയെപ്പോലെ പല പല മലയാളി പെൺകുട്ടികളുടെ കഴുത്തിലും അവൻ എത്രയോ താലികൾ ചാർത്തിയത് അറിഞ്ഞത് സാവധാനം മാത്രമായിരുന്നു. അപ്പോഴേക്കും സാവിത്രിയുടെ സൗന്ദര്യം രൂപേഷ് വേണ്ടുവോളവും നുകർന്ന് മടുപ്പിൻ്റെ തുടക്കത്തിൽ പുതിയ പുഷ്പം തേടിപ്പിടിച്ചു. സാവിത്രി പിന്നീട് അവരുടെ വേലക്കാരിയായി മാറി. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും ചേർന്നുള്ള ക്രൂര മർദ്ദനങ്ങൾ. ഒരിക്കൽ അവൾ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു. ജോലി തേടി ആശുപത്രികൾ കയറിയിറങ്ങി. ഏജൻസി വഴി നേടിയ ജോലിയിൽ അവൾ പിടിച്ചു നിന്നു. മുന്തിയ ആശുപത്രിയിലെ രോഗികളെ പരിചരിക്കുക. ചിലപ്പോൾ അവരുടെ ഒപ്പം ആശുപത്രിയിലും വീടുകളിലും ഡ്യൂട്ടിക്ക് പോവേണ്ടി വരുമായിരുന്നു. പ്രതിഫലം നന്നായി ലഭിക്കുകയും ഉണ്ടായിരുന്നു. ഒപ്പം നല്ല സേവനത്തിൽ അവരുടെ സന്തോഷമായി കിട്ടുന്ന മറ്റു പാരിതോഷികങ്ങളും. സാവിത്രിയുടെ ജീവിതം നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് പല അവസരങ്ങളിലും പുതിയൊരു ജീവിതം കൊതിച്ചു. പക്ഷേ കഴുത്തിലെ മിന്ന്, ശുശ്രൂഷകൾ ഒന്നിനു പുറകെ ഒന്നായി കടക്കുമ്പോഴും ചില മുഖങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും സാവിത്രിയിൽ പുതിയൊരു ഉണർവ് വരുത്തി. ചിലരെ നാളുകൾ കഴിഞ്ഞാലും മറക്കാതെ അവളുടെ മനസ്സിൽ സൂക്ഷിക്കും. വിവേക് എന്ന രോഗിയുമായി ആശുപത്രിയിലും അയാളുടെ കൂറ്റൻ ബംഗ്ലാവിലും കഴിഞ്ഞുകൂടിയ നീണ്ട നാളുകൾ ജീവിതത്തിൽ സാവിത്രി അനുഭവിച്ച വേദനകൾക്ക് ആശ്വാസം ലഭിച്ചതും വിവേകിനെ ശുശ്രൂഷിച്ചതിലൂടെയാണ് കിട്ടിയത്. സാവിത്രിയുടെ പ്രായത്തേക്കാൾ 5-6 വയസ്സ് കൂടുതൽ കാണും വിവേകിന്. വലിയ സ്വത്തിൻ്റെ ഉടമ, ഭാര്യയും 2 കൊച്ചുകുട്ടികളും വിവേകിനുണ്ട്. വിവേകുമായി കീമോയ്ക്ക് പോയ എത്രയെത്ര നാളുകൾ. നിർത്താതെയുള്ള ചുമയ്ക്കിടയിലും അയാൾ തൻ്റെ കൈവിരലുകളിൽ പിടിച്ച് അമർത്തുമ്പോഴും സാവിത്രിയിൽ വിവേകിനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹവും ആദരവും പ്രണയവും ഒക്കെ തോന്നിയിരുന്നു. അയാൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് തന്നോട് പറഞ്ഞു തീർത്ത വേദനകൾ നിറഞ്ഞ ദുഃഖകഥകൾ കേൾക്കുമ്പോഴും അയാളോട് എന്തെന്നില്ലാത്ത അടുപ്പം സാവിത്രിക്കുണ്ടായത് രണ്ടാളും അറിഞ്ഞു. ഭർത്താവിനെ എന്നവണ്ണം അവൾ അയാളെ ശുശ്രൂഷിച്ചു. യഥാർത്ഥ
പ്രതിഫലങ്ങൾ കൂടാതെ വിവേക് പലതും സാവിത്രിക്ക് സമ്മാനിച്ചുകൊണ്ടിരുന്നു. വിവേകിന്റെ ഭാര്യ അയാളുടെ സ്വത്തുക്കൾക്കായി മാത്രം ഭർത്താവായി അംഗീകരിക്കുന്നു. വിവേകിന് അസുഖം വന്ന നാൾ മുതൽ ഭാര്യയുടെ പഴയകാല കാമുകൻ കൊട്ടാര തുല്യമായ വീട്ടിൽ നിത്യ സന്ദർശകനാണ്. ചിലപ്പോൾ അന്തിയുറക്കവും അവിടെ തന്നെ. ശ്വാസകോശ ക്യാൻസറിൽ വിവേകിന് മുന്തിയ ചികിത്സകൾ കിട്ടുമ്പോഴും ആയുസ്സുകൾ എണ്ണപ്പെട്ടതായി അയാൾക്കറിയാമായിരുന്നു. ഉറക്കം വരാത്ത കണ്ണുകളുമായി സാവിത്രി എത്രയോ പിന്നോക്കം സഞ്ചരിച്ചു കഴിഞ്ഞു. അവൾക്ക് സുഗന്ധം മനസ്സിലായി. വിവേകിന്റെ അതേ ഗന്ധം. അതെ, അതുതന്നെ എന്ന് സാവിത്രി ഉറപ്പിച്ചു. മാറാ രോഗിയായിരുന്നെങ്കിലും വിവേകിന്റെ മുറിയിലും കാറിലും അയാളിലും നിറഞ്ഞു നിന്നിരുന്ന പരിമളം ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അതേ ഗന്ധം തന്നെയാണ് ഇപ്പോൾ തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഭയത്തിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൾ മൊബൈലിൽ വീണ്ടും സമയം നോക്കി. നേരം വെളുക്കുവാൻ ഇനി അധിക സമയമില്ല. എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധം തളർച്ച അനുഭവപ്പെടുന്നതായി സാവിത്രിക്ക് തോന്നി. ശുശ്രൂഷകൾക്കിടയിൽ വിവേകിന്റെ ആഗ്രഹപ്രകാരം കെട്ടിപ്പിടിച്ച് അയാൾക്കൊപ്പം കിടന്ന എത്രയെത്ര രാത്രികൾ. തൻ്റെ മടിയിൽ കിടക്കുമ്പോൾ അയാളുടെ തലമുടിക്കിടയിലൂടെ വിരലുകൾ ഓടിച്ച് മസാജ് ചെയ്യുമ്പോൾ അയാളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞാലും താൻ കൊച്ചുകുട്ടിയെപ്പോലെ അയാളെ തഴുകുമ്പോഴും സുഗന്ധം മുറിയാകെ നിറഞ്ഞിരുന്നു. അപ്പുറത്തെ മുറിയിൽ നിന്ന് അയാളുടെ ഭാര്യയുടെയും കാമുകന്റെയും പൊട്ടിച്ചിരികൾ നേരിയ ശബ്ദത്തിൽ തൻ്റെ കാതുകൾ ശ്രവിച്ചിരുന്നു. വിവേക് കേട്ടിരുന്നോ എന്തോ. വിവേക് തന്നെ ഒരു ഭാര്യയെപ്പോലെ കരുതിയ എത്രയെത്ര നിമിഷങ്ങൾ താൻ തടഞ്ഞിരുന്നില്ല. അയാൾക്ക് ചെയ്യുവാൻ കഴിയുന്ന എന്തിനും സഹകരിച്ചു കൊടുത്തു. പണത്തോടുള്ള കൊതി കൊണ്ടല്ല, മറിച്ച് അയാളുടെ അന്ത്യനാളുകളിൽ ജീവിതം തകർന്ന തനിക്ക് കൊടുക്കുവാൻ കഴിയുന്ന നല്ല കാര്യമായി കരുതി. തെറ്റുകളും ശരികളും തിരയുവാൻ സാവിത്രി മെനക്കെട്ടില്ല. കഴുത്തിലെ മിന്ന് ചരടിൽ ബന്ധനത്തിൽ തന്നെ നിശ്ചലമായി കിടന്നു. ഏജൻസിയിൽ നിന്ന് വന്ന ഫോൺ കോൾ സാവിത്രിയിൽ വിഷമം വർദ്ധിപ്പിച്ചു. ഒപ്പം വിവേകിലും. ഡ്യൂട്ടി ഇനി അടുത്ത രോഗിയുടെ അടുത്തേക്ക്. സാവിത്രി യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ കണ്ടു. തിരിച്ചു എന്ന് അയാളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയുവാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അയാളുടെ ഭാര്യ പുതിയൊരു മെയിൽ നേഴ്സിനെ കണ്ടെത്തി. കാരണം അയാൾ തീർത്തും അവശതയിലേക്ക് പോകുന്നതായി ഭാര്യ മനസ്സിലാക്കിയിരിക്കാം. 8 മണിയോടുകൂടി അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം അവൾ വേഗം ഡ്രസ്സുകൾ മാറി ഡ്യൂട്ടിക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിലും അവളുടെ തലയ്ക്ക് മീതെ അതേ പരിമളം കറങ്ങിയടിച്ചുകൊണ്ടേയിരുന്നു. ആശുപത്രിയിലെത്തിയ അവൾ ഡ്യൂട്ടി ഡ്രസ് ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവൾ വിവേകിന്റെ ഭാര്യയെയും കാമുകനെയും കണ്ടു. ആശുപത്രിയുടെ മുൻവശം കിടന്ന ആംബുലൻസിന് സമീപം നടക്കുന്നു. അവരുടെ അടുത്തേക്ക് ഒരാളുമായി 2 പേർ സ്ട്രെച്ചറിൽ തൻ്റെ സമീപത്തുകൂടി തള്ളിക്കൊണ്ടു പോകുന്നു. വെള്ളത്തുണി കൊണ്ട് മൂടിയ ശരീരം. സ്ട്രെച്ചർ പോയ വഴികളിൽ കണ്ണ് നട്ട് സാവിത്രി നിൽക്കുമ്പോഴും മൂക്കിലൂടെ അതേ സുഗന്ധം ശക്തമായി കടന്നു വരുന്നു. സ്ട്രെച്ചർ പോയ വഴിയിലൂടെ അവളും നടന്നു നീങ്ങി. സ്ട്രെച്ചറുമായി അടുക്കും തോറും സുഗന്ധത്തിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നതായി സാവിത്രിയിൽ അനുഭവപ്പെട്ടുകൊണ്ടേ ഇരുന്നു. സാവിത്രിയുടെ കാലുകൾക്ക് വേഗത കൂടിക്കൊണ്ടിരുന്നു. വാതിലുകൾ തുറന്ന് ആംബുലൻസിൻ്റെ സ്ട്രെച്ചറിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴേക്കും അവൾ സുഗന്ധം ഉറപ്പാക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ വെളുത്ത തുണി മാറ്റി നോക്കി. വിവേക് ആരോടും അനുവാദം ചോദിക്കാതെ ജീവൻ നിലച്ച വിവേകിന്റെ തിരുനെറ്റിയിൽ അവൾ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഒപ്പം ആത്മാർത്ഥതയുടെ അവളുടെ ചുടുകണ്ണീർ തുള്ളികൾ അയാളുടെ നിശ്ചലമായ നെഞ്ചിൽ ഒഴുകിയിറങ്ങി. അപ്പോഴും വർഷങ്ങൾക്കു മുമ്പ് അനുഭവിച്ചറിഞ്ഞ അതേ സുഗന്ധം അവളെ കെട്ടിപ്പുണരും വണ്ണം ചുറ്റും പരന്നിരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.